സംസാര വിഷയം ഇലക്ട്രൽ ബോണ്ടാണ്. എത്ര കോടി, ഈ കോടികൾ ആരാർക്ക് കൊടുത്തു? കണക്കുകൾ പുറത്തു വന്നതോടെ പിന്നെ രാജ്യം തിരയുന്നത് കോടികൾ മുടക്കി ബോണ്ട് വാങ്ങിയ കോടീശ്വരന്മാരെയാണ്. അതിലൊരാളാണ് പി റെഡ്ഡി. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പദ് വർധന നേടിയ വ്യവസായികളിൽ ഒരാൾ. മെഗാ എഞ്ചിനീയറിംഗ് സ്ഥാപകനാണ് പി റെഡ്ഡി. മെഗാ എഞ്ചിനീയറിംഗും 3 അനുബന്ധ സ്ഥാപനങ്ങളും ചേർന്ന് 2019-23 കാലയളവിൽ ഇലക്ട്രൽ ബോണ്ടുകളിലേക്ക് ഒഴുക്കിയ തുക 1200 കോടി രൂപയാണ്. 2023 ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റിൽ രാജ്യത്തെ കൺസ്ട്രക്ഷൻ രംഗത്തെ ഏറ്റവും വലിയ ധനികനായി മെഗാ എഞ്ചിനീയറിംഗ് ഉടമ പി റെഡ്ഡിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള വ്യവസായി ചുരുങ്ങിയ കാലയളവിലാണ് ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായി വളർന്നത്. ഒരു കർഷകന്റെ മകനായി ജനിച്ച റെഡ്ഡി കൺസ്ട്രക്ഷൻ രംഗത്ത് BRS സർക്കാരിൽ നിന്ന് ലഭിച്ച കരാറുകളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധേയനാകുന്നത്. തിളങ്ങുന്ന വജ്രം പോലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആഡംബര വസതിയിലാണ് താമസം. ഡയമണ്ട് ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വീട് ഹൈദരാബാദിലെ മോഡേൺ ലക്ഷറി വീടുകളിലൊന്നാണ്. റെഡ്ഡിക്ക് സ്വന്തം ഗോൾഫ് കോഴ്സ് പോലുമുണ്ട്. ദരിദ്രരായ ഒരു കർഷക കുടുംബത്തിലെ 5ാമനായിരുന്നു പി റെഡ്ഡി. എന്നാൽ മെഗാ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിലൂടെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായി മാറുകയായിരുന്നു. 1989 കമ്പനി സ്ഥാപിക്കുന്നത്. 2 പേരുമായി എഞ്ചിനീയറിംഗ് രംഗത്ത് ഒരു ചെറിയ സ്ഥാപനം ആരംഭിച്ചുകൊണ്ടായിരുന്നു തുടക്കം. മുനിസിപ്പാലിറ്റികൾക്കായി പൈപ്പുകൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു ബിസിനസ് തുടങ്ങിയതെങ്കിൽ പിന്നീട് റോഡുകൾ, അണക്കെട്ടുകൾ, പ്രകൃതിവാതക വിതരണ ശൃംഖലകൾ, ഇറിഗേഷൻ പദ്ധതികൾ എന്നിവയ്ക്കായി വിവിധ സർക്കാരുകളിൽ നിന്ന് കരാർ നേടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രൊജക്റ്റുകളിലൊന്നായ കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് ലഭിച്ചതോടെ കമ്പനി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഏറ്റവും ധനികരായ 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ പി റെഡ്ഡിയുടെ ഏകദേശ ആസ്തി ഇപ്പോൾ 37,300 കോടി രൂപയോളമാണ്. ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിട്ടതോടെ സംസാര വിഷയമായി മാറിയ മറ്റൊരു കോടീശ്വരൻ കൂടിയുണ്ട്. വിവാദ ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിൻ. 1368 കോടി രൂപയുടെ ബോണ്ടുകളാണ് 2019-നും 2024-നും ഇടയിൽ മാർട്ടിന്റെ കമ്പനി വാങ്ങിയത്. ഇലക്ട്രൽ ബോണ്ട് നിക്ഷേപത്തിന്റെ 11.3% സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് എന്ന കമ്പനിയുടേതാണ്. ഇത്തരത്തിൽ ബോണ്ടുകൾ വാങ്ങിയ കോടീശ്വരന്മാരുടെ ആസ്തി മൂല്യം എത്രയെന്നുള്ള അന്വേഷണത്തിലാണ് ജനങ്ങൾ. അതേസമയം വിവരങ്ങൾ പുറത്തുവിടുന്നതിന് മുൻപേ അദാനിയും അംബാനിയും എല്ലാമായിരിക്കും കൂടുതൽ ബോണ്ടുകൾ വാങ്ങി സംഭാവന നടത്തിയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചവർക്കും പാടെ തെറ്റി. റിപ്പോർട്ടുകൾ SBI പുറത്തുവിട്ടപ്പോൾ ഇരുവരും ചിത്രത്തിൽ പോലുമില്ല.